ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ PSC നോട്ടിഫിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിലബസ് ആണ് ആക്ച്വലി ഇതിന് മുമ്പുള്ള എക്സാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് സിലബസിൽ ഫിസിക്സ് എന്നാണ്. ഓക്കെ, ഫിസിക്സിൽ നമുക്ക് മോഡ്യൂൾസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് ആണ് ആദ്യത്തെ മോഡ്യൂളിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ SI സിസ്റ്റം ഉണ്ടല്ലേ, CJ സിസ്റ്റം, SI സിസ്റ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള SI യൂണിറ്റ്സ് ഏതൊക്കെയാണ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതില്ലാതെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കൂടുതൽ നമ്മൾ വന്ന് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് മോഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലോസ് ഓഫ് മോഷൻ ഉണ്ട്, ന്യൂട്ടൺസിൻ്റെ ലോസ് ഓഫ് മോഷൻ, കൈനറ്റിക് എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. സെക്കൻഡ് മോഡ്യൂളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഒരു പോർഷൻ കൂടുതലായിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. തേർഡിലോട്ട് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു പോർഷനാണ് അതിനകത്ത്. പിന്നെ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി കൂടുതൽ നമ്മൾ ആ 10th ഒക്കെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പോലത്തെ ടോപ്പിക്സ് ആണ് ഇതിനകത്തുള്ളത്. അടുത്ത മോഡ്യൂളിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ടഫറായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സെക്ഷനായിട്ട് വരുന്നത് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, 8 മാർക്കിന് ആണ് ഈ ഒരു സെക്ഷൻ ചോദിക്കുന്നത്. അപ്പം നമുക്കൊന്ന് മാർക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റുള്ള സെക്ഷനും ലാസ്റ്റുള്ള സെക്ഷനും ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കേണ്ടി വരിക. ഓക്കെ, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സെക്ഷൻസും ഈ രണ്ടെണ്ണമാണ്. ലാസ്റ്റുള്ള സെക്ഷൻ ടഫാണ് എന്നുള്ളത് നമുക്ക് ആ കോൺസെപ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ മാത്രമാണ് ബുദ്ധിമുട്ട് വരിക. അവസാനത്തെ സെമി കണ്ടക്ടർ ഫിസിക്സിൻ്റെ ആ ഒരു പോർഷൻ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള ചാൻസ് കാണുന്നത്. അതും പക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ടോപ്പിക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവിടെയും പ്രശ്നം നമുക്ക് അധികം വരില്ല എന്ന് തോന്നുന്നു. ഓക്കെ, തേർഡ് മോഡ്യൂളിലും 8 മാർക്കിനാണ് ഉള്ളത്. പക്ഷേ അതും എളുപ്പമാണ്. 10th കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ പോർഷൻ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തേർഡ് മോഡ്യൂൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് സെക്കൻഡ് മോഡ്യൂളിൻ്റെ കാര്യമാണ്. പിന്നെ കുറച്ചുകൂടെ ഈ ബൾക്കായിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിച്ച് നല്ലോണം സിലബസ് ഒക്കെ കവർ ചെയ്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു ഓവറോൾ ഐഡിയ എടുത്തിട്ട് അതിൽ മെയിനായിട്ട് വരുന്ന കണ്ടന്റ് മാത്രം പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് മോഡ്യൂളാണ്. ഓക്കെ, അവിടെ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളത് ആ ഒരു പോർഷനിലാണ് കുറേ സെക്ഷൻ കൊടുത്തേക്കുന്നത്. പക്ഷെ അവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ടോപ്പിക്സ് കൂടെയാണ്. അടുത്ത് നമ്മൾ കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് കെമിസ്ട്രിയാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസിയർ ആണ്. ഓക്കെ, കമ്പയറിങ് ടു ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എഗെയിൻ ഓർഗാനിക് കെമിസ്ട്രി ആണ് എളുപ്പം. കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബയോളജിയിൽ എഗെയിൻ നമുക്ക് ബോട്ടണി ആൻഡ് സുവോളജി 2 പോർഷനാണ് വരുന്നത്. ബോട്ടണിയുടെ അകത്താണ് നമുക്ക് ബയോടെക്നോളജിയുടെ ആ ഒരു പോർഷനൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ സുവോളജിയിൽ പോകുന്ന ടൈമിലും നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയാണ് അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്തായാലും എല്ലാ ഇയറിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം ആവാം, റീപ്രൊഡക്റ്റീവ് ആവാം, റെസ്പിറേറ്ററി ആവാം, ഏത് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതും കൂടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ കൊടുക്കണം. സിലബസ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും സേഫായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബയോളജിയാണ്. നമുക്ക് ഓൾറെഡി നല്ല അറിയുന്ന ടോപ്പിക്സ് ആണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊക്കെ കുറവുള്ളത് അതിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതല്ലാത്തവർക്ക് പിന്നെ സയൻസ് എടുത്തിട്ട് ബയോളജി അല്ല ഫിസിക്സ് കെമിസ്ട്രി ആണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അതിലത് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈസി ആയിട്ടുള്ള ഏതാണോ അതൊന്ന് ആദ്യം തുടങ്ങി വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ സൈമൾട്ടേനിയസ്ലി മാത്സ് ഇവിടെ നോക്കിപ്പോണം. കാരണം നമുക്കിവിടെ മാത്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, മാത്തമാറ്റിക്സ് ഉണ്ട്. 14 മാർക്കിനേ ഉള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, മാത്സിൽ നല്ല വീക്കർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ സെറ്റ് ഞാൻ ഇന്ന് പഠിച്ചു, നാളേക്ക് ഞാൻ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഞാൻ ബയോളജി ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് നാളെ എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് സെറ്റിൻ്റെ റിവിഷൻ ചെയ്യാം, ഞാൻ ചെയ്ത കാര്യങ്ങൾ. അങ്ങനെ 2-3 ഡേയ്സ് റിവൈസ് ചെയ്ത് പോവുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും, മറന്നും പോവില്ല. മാത്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതിൻ്റെ കാര്യത കുറേ ആൾക്കാർ മാത്സിൽ വീക്കർ ആയിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ കമ്പാരിറ്റീവ്ലി വീക്കർ ആവുന്ന ടൈമിൽ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലോണം ടൈം എടുക്കും അല്ലേ. ഇപ്പം നമ്മൾ ആ ടൈം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
അപ്പോൾ അതിൽ നമ്മൾ നോർമലി SSC ഒക്കെ എഴുതുന്ന സമയത്ത് കാണുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് ഫോമാറ്റ് അല്ല അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. സൈമൾട്ടേനിയസ്ലി നമ്മൾ എന്ത് ചെയ്യുക, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി കൂടെ പഠിക്കുക, പക്ഷേ ഡെയിലി മാത്സ് കാൽക്കുലേഷൻസ് ചെയ്ത് പോവുക. അവിടെ നല്ല മാർക്ക് കുറവുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സിലബസ് തന്നെ നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. ഞാനൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനകത്ത് PYQ ഡിസ്കഷൻസ് ആണെങ്കിലും അതിന് എത്രത്തോളം നമുക്ക് സമയം വേണ്ടി വരും ആൻഡ് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അടുത്തതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ സിലബസ് ബ്രേക്ക് ഡൗൺ നമ്മൾ ഓൾറെഡി ഇടുമല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ക്ലാസ് എല്ലാം യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അതിനുള്ള അപ്ഡേറ്റ്സ് എല്ലാം ടെലഗ്രാമിലായിരിക്കും തരുന്നുണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, പോൾ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡെയിലി ക്വസ്റ്റ്യൻസും ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. താല്പര്യമുള്ളവർ ആ ഒരു ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.